ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അത് ഉള്ളി വഴറ്റണ്ട, വെളുത്തുള്ളി ഇഞ്ചി നിങ്ങൾ വഴറ്റുകയോ വേണ്ട, എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊരു ചിക്കൻ റെസിപ്പി ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പേര് ബാച്ചിലേഴ്സ് ചിക്കനോ അല്ലെങ്കിൽ ലേസി ചിക്കൻ എന്ന് പറയും. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ ബാച്ചിലർ സ്റ്റൈൽ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയാൽ അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, കൊത്തമല്ലി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യം കൊച്ചുള്ളി നമുക്ക് നല്ലപോലെ അരച്ചങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കണം. ചതയ്ക്കാൻ പാടില്ല, പേസ്റ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതേ ജാരത്തിൽ നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ട് അതേ ജാരത്തിൽ നല്ല പേസ്റ്റ് കൊടുത്ത് കണ്ടില്ലേ, ഇതുപോലെ പേസ്റ്റാക്കി എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ 4 തക്കാളി കുട്ടന്മാരെടുത്ത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞങ്ങോട്ട് എടുക്കണം. എന്നിട്ട് വലിയ ഉരുളി അടപ്പേ വെക്കണം. ഗ്യാസ് കത്തിക്കാൻ പാടില്ല, ഓർമ്മ വെച്ചോളം ഗ്യാസ് കത്തിക്കാൻ പാടില്ല. ഉരുളി വെക്കുക, റിഫൈൻഡ് ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഉള്ളി പേസ്റ്റും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രധാന ഐറ്റമായ ചില്ലി ചിക്കൻ പൗഡറായ 1 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതേ ടേബിൾ സ്പൂണിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, നമ്മുടെ വലിയ ജീരകപ്പൊടി, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തോ ചെയ്യേണ്ടത്, നമ്മുടെ തക്കാളി കുട്ടന്മാരങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി കുട്ടന്മാരിൽ ഇട്ട ശേഷം നമ്മുടെ കുറച്ച് കൊത്തമല്ലി, എല്ലാ കൊത്തമല്ലി ഇപ്പം ഇട്ടേണ്ട, ഒരു കുറച്ച് കൊത്തമല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ചേർക്കുക. 1 നാരങ്ങ മതി ഫ്രണ്ട്സ്, ഒത്തിരി ചേർക്കണം. 1 നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ചേർക്കുക. പിന്നെ കുറച്ച് ഉപ്പൂടെ ഇട്ട ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഉരുളി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് കച്ചു കൊടുക്കാം. ഇനി ഉരുളി അടപ്പേ വെച്ച് ഒരു 2-3 മിനിറ്റ് ഈ മസാല അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് മതി, ഒത്തിരി നേരം ഇളക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ്. 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം ഒരു 100 തൊട്ട് 200 മില്ലി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു വലിയൊരു ഗ്ലാസ് കണക്ക് വെച്ചാണ് ഒഴിക്കുന്നത്. വലിയൊരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ച ശേഷം എന്തുവാ ചെയ്യേണ്ടത്, നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലയോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ അങ്ങോട്ട് തുറന്ന് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി, എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ആദ്യം ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടോ നോക്കാം. ഇനി നമുക്ക് സെമി ഗ്രേവി ചിക്കൻ ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് വെന്ത് നോക്കാം. വെന്തിട്ടുണ്ട്, നല്ല രുചിയാണല്ലോ. ഇനി നമുക്ക് അവസാനമായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കൊത്തമല്ലി അത് ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല രുചിയും മണവും, എന്തോ രുചിയും മണവുക. അപ്പം നമുക്ക് ചിക്കൻ ചോപ്സ്, ചിക്കൻ ചോപ്സ് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പേര് ബാച്ചിലേഴ്സ് ചിക്കൻ എന്ന് പറയും, ലേസി ചിക്കൻ എന്ന് പറയും. ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെപ്പോഴും ഒരേ രുചി തന്നെ ചെയ്യാതെ വേറെ രുചി ചെയ്ത് നോക്കുക. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.